അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അരി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എങ്ങനെ കൈ നനയാതെ പുട്ടുണ്ടാക്കാം നോക്കാം. നല്ല പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ കുത്തരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കൂടി പുട്ടിൻ്റെ ഫാനായിട്ട് മാറും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരു 2 കപ്പ്, ചെറിയ കപ്പിന് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളതൊന്ന് എടുക്കുക. ഞാനൊരു 8-9 തവണയെങ്കിലും വാഷ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ബ്രൗൺ കളറൊന്ന് പോകുന്ന വരെ വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഒരു സെക്കൻഡ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അങ്ങനെ അരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറി അരി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മളത് വെള്ളത്തിൽ കുതിരാനിടണം. അരി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുതിരാൻ വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പരിപാടി നമുക്ക് രാവിലെ ചെയ്താൽ മതി. അങ്ങനെ രാവിലെ നമ്മൾ തുറന്നു നോക്കിയപ്പം അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ആ വെള്ളം നമ്മൾ ഊറ്റി കളയുക. ഊറ്റിയിട്ട് നമ്മൾ ഒരു അരിപ്പത്തട്ടിലേക്ക് ആ അരി ഇടുന്നിടത്ത് മാറ്റുക. കണ്ട് നന്നായിട്ട് തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ബ്രൗൺ കളർ തന്നെ കിടക്കും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുതിരാനിടാൻ. അങ്ങനെ നമ്മൾ ഒരു അരിപ്പത്തട്ടിലേക്ക് അരിയൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പം വെള്ളം കുറച്ചൊന്ന് വാർന്നിട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെള്ളം ചൂടാവുന്ന സമയത്ത് നമുക്ക് അരിയുടെ വെള്ളവും വാർന്ന് കിട്ടും. ഇനി ഒരു പഴയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഫിസിലില്ലാതെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കുക്കറൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഫിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി വളരെ സിമ്പിളാണ്. കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിയും പൊടിച്ചെടുക്കണം, തേങ്ങയും ചിരണ്ടാം. അപ്പോൾ നമ്മൾ അരിപ്പിൽ വെച്ചിരിക്കുന്ന അരി എടുത്ത് കുറച്ചായിട്ട് മിക്സിയുടെ പൊടിച്ച് കിട്ടുന്ന ജാറിലേക്ക് മാറ്റുക. അത് എന്നിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും. ചിലപ്പോൾ അരിയുടെ പൊടി കൊണ്ട് ചെയ്താൽ പോലും അത്രയും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അതുപോലെ നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ പുട്ട് കിട്ടും. ഞാൻ 2 ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 കപ്പിന് ചെറിയ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് 4 കുറ്റി പുട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ശ്രദ്ധിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളതിനെ മാറ്റി ബാക്കി എടുത്തിരിക്കുന്ന അരി കൂടി അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയ പുട്ടുകുറ്റിയാണ്. അതിലേക്ക് നമ്മളിനി തേങ്ങ ആഡ് ചെയ്യുക. അതിലേക്ക് മാവിടുക. വീണ്ടും തേങ്ങ മുകളിലേക്കൊന്ന് പെതറി കൊടുത്തതിന് ശേഷം കുക്കറിന് മുകളിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. സാധാരണ അരിപ്പുട്ടിൻ്റെ ടേസ്റ്റ് അല്ല, അതിലൊന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അങ്ങനെ പുട്ടുകുറ്റിന് മുകളിൽ നിന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇതിനെ തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ചൂടുള്ള പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചെറിയ പോട്ടിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള മാവ്
ഈ വീഡിയോയും റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.